എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കും, സത്യം ചെയ്യും. ബലാത്സംഗ കേസിൽ മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് ദിനത്തിൽ പൊങ്ങി. ഒളിവ് ജീവിതത്തിന് വിരാമമിട്ട് 15ാം നാൾ പാലക്കാട്ടെത്തി വോട്ട് ചെയ്തു. തീർപ്പ് കോടതി കൽപ്പിക്കട്ടെ എന്ന് മാത്രം മറുപടി. ഒളിവിൽ പോയതിനെക്കുറിച്ച് മിണ്ടിയില്ല. അങ്ങനെ മുങ്ങി എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. അങ്ങ് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടാണ് കണ്ടത് എന്നും പറഞ്ഞു. രാവിലെ ഒളിവിലായിരുന്നു എന്നാണ് പറയുന്നത്. വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല, ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല പാലക്കാട് എംഎൽഎ. വോട്ടിട്ടതിന് പിന്നാലെ MLA ഓഫീസിലെത്തി രാഹുൽ. നഗരത്തിലെ ഹോട്ടലിലും രാഹുൽ ഷോ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിഹസിച്ചും കൂക്കി വിളിച്ചും പ്രതിഷേധം. കാലൻകോഴിയെ പാലക്കാടിന് വേണ്ട എന്ന പ്ലക്കാർഡുമായി DYFI പ്രവർത്തകർ. പുറത്താക്കിയിട്ടും രാഹുലിന് സംരക്ഷണം ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. 2ാം ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായി. 7 ജില്ലകളിലും മികച്ച പോളിംഗ്. അവസാന കണക്കിൽ 74 പിന്നിട്ട് പോളിംഗ് ശതമാനം. പലയിടത്തും സമയം കഴിഞ്ഞിട്ടും ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ. ഇനി കൂട്ടിക്കിഴിക്കലിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ. ജനവിധി മറ്റന്നാൾ അറിയാം. വോട്ടെടുപ്പിനിടെ കല്ലുകടിയായി തർക്കങ്ങളും സംഘർഷവും. പാലക്കാട് കല്ലടിക്കോട് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. വണ്ടാഴിയിൽ UDF സ്ഥാനാർത്ഥിയെ വീട്ടിൽ കയറി ആക്രമിച്ചെന്ന ആരോപണം. തൃശൂർ വടക്കാഞ്ചേരിയിലും എരുമപ്പെട്ടിയിലും CPIM കോൺഗ്രസ് സംഘർഷം. വോട്ടെടുപ്പിനിടയിൽ തർക്കമുണ്ടായ നാദാപുരം മേഖലയിൽ കനത്ത സുരക്ഷ. തദ്ദേശപ്പോരിൽ വോട്ട് രേഖപ്പെടുത്തി മുഖ്യമന്ത്രി അടക്കം പ്രമുഖർ. കുടുംബത്തോടൊപ്പം എത്തി വോട്ട് ചെയ്ത് പിണറായി. സണ്ണി ജോസഫും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരും വോട്ട് രേഖപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി സിനിമാ താരങ്ങളും. വോട്ടവകാശം വിനിയോഗിച്ച് ടോവിനോ തോമസ്, ജോയ് മാത്യു, സത്യൻ അന്തിക്കാട് തുടങ്ങിയ പ്രമുഖർ. ഹോങ്കോങ്ങിൽ നിന്നെത്തി വോട്ട് ചെയ്ത് വ്യവസായി MA യൂസഫ് അലി. പോളിംഗ് ദിനത്തിൽ മാങ്കോട്ടത്തിൽ കേസുയർത്തി കോൺഗ്രസിനെ പ്രഹരിച്ചു മുഖ്യമന്ത്രി. കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദ്യം. കോൺഗ്രസിലുള്ളത് ലൈംഗിക വൈകൃത കുറ്റവാളികളും ക്രിമിനലുകളും. ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. കൊന്നുതള്ളുമെന്ന് പറഞ്ഞ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ അതിരൂക്ഷ വിമർശനത്തിന് മറുപടിയുമായി കോൺഗ്രസ്. പീഡന പരാതികളിൽ സ്വന്തക്കാരുടെ കേസ് വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇരട്ട നീതിയെന്ന് പ്രതിപക്ഷ നേതാവ്. CPIMലെ സ്ത്രീ ലംബടന്മാരെ ആദ്യം നിലയ്ക്ക് നിർത്തട്ടെ എന്ന് രമേശ് ചെന്നിത്തല. പിണറായിക്ക് N പിള്ള നയമെന്നും വിമർശനം. LDFന് എന്തുമാകാമോ എന്ന് അടൂർ പ്രകാശ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാടിനെ ചൊല്ലി കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. 2ാം ബലാത്സംഗ പരാതി ആസൂത്രിതമെന്ന KPCC പ്രസിഡന്റിന്റെ വാദം തള്ളി പ്രതിപക്ഷ നേതാവ്. പരാതി വെൽ ഡ്രാഫ്റ്റഡായി നൽകുന്നതിൽ തെറ്റില്ല. വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആയിരിക്കണം ആര് പരാതി കൊടുത്താലും. അത് ഒരു തെറ്റല്ല, ഞാൻ കരുതുന്നില്ല. അതിജീവിതയെ സംശയമുനയിൽ നിർത്തി വീണ്ടും സണ്ണി ജോസഫ്. രാഷ്ട്രീയ പ്രേരിത പരാതിയെന്ന് പുതിയ ആരോപണം. നടിയെ ആക്രമിച്ച കേസിൽ കൃത്യം നിലപാട് പറയാതെ അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ. കോടതി എല്ലാം ശരിയായി മനസ്സിലാക്കിയെന്ന് സൂക്ഷ്മ പ്രതികരണം. അതിജീവിതയ്ക്കൊപ്പമെന്നും കുക്കു. സർക്കാർ അപ്പീൽ പോകുന്നത് നല്ല കാര്യമെന്ന് ടോവിനോ തോമസ്. വിധിയിലുള്ളത് കോടതിയുടെ അറിവും ബോധ്യവുമെന്ന് സത്യൻ അന്തിക്കാട്. സർക്കാർ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് മുഖ്യമന്ത്രി.
രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിനത്തിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേതാക്കളുടെ വാക്പോര്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഏശില്ല എന്ന് മുഖ്യമന്ത്രി. നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു, കർശന നടപടിയെടുത്തെന്നും പിണറായി. പ്രധാന വിഷയം സ്വർണ്ണക്കൊള്ളയെന്ന് സണ്ണി ജോസഫ്. മുഖ്യമന്ത്രി രാഹുൽ വിഷയം ഉന്നയിക്കുന്നത് സ്വർണ്ണക്കൊള്ള മറയ്ക്കാനെന്ന് ഷാഫി പറമ്പിൽ. ഡിജിറ്റൽ KTU നിയമന തർക്കത്തിൽ ഗവർണർക്ക് തിരിച്ചടി. സർക്കാർ ഗവർണർ അനുനയം പാളിയതോടെ സ്ഥിരം VC-മാരെ നേരിട്ട് നിയമിക്കാൻ സുപ്രീം കോടതി. നിയമനത്തിനുള്ള പട്ടിക മുദ്രവെച്ച കവറിൽ കൈമാറാൻ സുധാൻഷു ധൂലിയ കമ്മിറ്റിക്ക് നിർദ്ദേശം. ചർച്ച എവിടെയും എത്താതെ പോയത് ഗവർണറുടെ പിടിവാശി കാരണമെന്ന് മന്ത്രി P. രാജീവ്. മസാല ബോണ്ടിലെ ED നോട്ടീസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് കിഫ്ബി. ED നോട്ടീസ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് കിഫ്ബി. വികസന പദ്ധതികൾക്കായി സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ലെന്നും വാദം. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാനായി മാറ്റി. കേരളത്തിലെ ദേശീയപാത നിർമ്മാണം പൂർത്തീകരിക്കുന്നതിൽ പുതിയ ഷെഡ്യൂൾ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. 382 കിലോമീറ്റർ ദൂരത്തിലെ നിർമ്മാണം അടുത്ത ജൂണോടെ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കോഴിക്കോട് അഴിയൂർ മുതൽ വെങ്ങളം വരെ 40 കിലോമീറ്ററിലെ നിർമ്മാണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം അനുവദിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത തർക്കത്തിൽ വത്തിക്കാന്റെ ഇടപെടലെന്ന ന്യൂസ് മലയാളം വാർത്ത ശരിവെച്ച് സിറോ മലബാർ സഭാ നേതൃത്വം. ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടലിനെയും ജോസഫ് പാംബ്ലാനിയെയും അടിയന്തരമായി വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചു. മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച തിങ്കളാഴ്ച നടന്നേക്കും. സിറോ മലബാർ സഭയിൽ വത്തിക്കാൻ കടുത്ത നടപടികൾക്ക് ഒരുങ്ങുന്നുവെന്ന് സൂചന. യാത്രക്കാരെ പെരുവഴിയിലാക്കിയ സർവീസ് പ്രതിസന്ധിയിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ഇൻഡിഗോ. വിമാനത്താവളങ്ങളിൽ മണിക്കൂറുകളോളം കുടുങ്ങിപ്പോയ യാത്രക്കാർക്ക് 5000 മുതൽ 10000 രൂപ വരെ നൽകാൻ തീരുമാനം. നഷ്ടപരിഹാരം ലഭിക്കുക 3, 4, 5 തീയതികളിൽ യാത്ര മുടങ്ങിയവർക്ക്. ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം. 2 ആഴ്ചത്തേക്ക് ജാമ്യം നൽകിയത് സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ. ജാമ്യ കാലയളവിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്ന് കോടതി. 5 പ്രതികളുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. ഗോവ നിശ ക്ലബ്ബ് തീപിടുത്ത കേസിൽ രാജ്യം വിട്ട ക്ലബ്ബ് ഉടമകളെ കസ്റ്റഡിയിലെടുത്ത് തായ്ലൻഡ് പോലീസ്. ലൂത്ര സഹോദരന്മാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നടപടി തുടങ്ങി. അന്വേഷണ സംഘം ഫുക്കറ്റിലേക്ക്. കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് വിവാദ ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ മകൻ. ജനനായക കക്ഷി എന്ന പേരിൽ ജോസ് ചാൾസ് മാർട്ടിന്റെ രാഷ്ട്രീയ പരീക്ഷണം. പുതുച്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി വിജയുടെ TVKയുമായി സഹകരിച്ചേക്കും. ഇന്ത്യ-US വ്യാപാര കരാറിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയിലെത്തിയ US സംഘവുമായി 2 ദിവസത്തിനകം കൂടിക്കാഴ്ച നടത്തിയേക്കും. ചർച്ച നടക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അരി ഇറക്കുമതിക്കും പുതിയ തീരുവ ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കുമിടെ. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോൺ സംഭാഷണം നടത്തി നരേന്ദ്രമോദി. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി നേതാക്കൾ. ഗാസ സമാധാന പദ്ധതിയിൽ ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചു മോദി. ഗോൾഡൻ ഇമിഗ്രേഷൻ കാർഡ് പുറത്തിറക്കി ഡൊണാൾഡ് ട്രംപ്. $10 ലക്ഷം വിസയ്ക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. അമേരിക്കൻ സ്ഥാപനങ്ങൾ വർഷങ്ങളായി നേരിടുന്ന നിയമന പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നും ട്രംപ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയർന്നു. കുതിപ്പ്. വെനസ്വേലൻ തീരത്ത് US സൈന്യം എണ്ണ ടാങ്കർ പിടിച്ചെടുത്തതോടെ ടാങ്കറിലുള്ളത് ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ എന്ന് വൈറ്റ് ഹൌസ്. US സൈനികർ ഹെലികോപ്റ്റർ വഴി കപ്പലിൽ കയറുന്ന വീഡിയോ പുറത്തുവിട്ട ട്രംപ്. വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനത്തിന്റെ നരേന്ദ്രമോദിക്കൊപ്പം എടുത്ത കാർ സെൽഫി ചർച്ചയാക്കി US കോൺഗ്രസ്. ട്രംപിന്റെ വിദേശ നയത്തെ വിമർശിച്ച് ഡെമോക്രാറ്റ് അംഗം. ട്രംപ് ഇന്ത്യയെ അമേരിക്കയിൽ നിന്ന് അകറ്റി, റഷ്യയുമായി അടുപ്പിച്ചു. ഇന്ത്യയെ നഷ്ടപ്പെടുത്തിയ പ്രസിഡന്റായി ട്രംപ് ചരിത്രത്തിൽ അറിയപ്പെടുമെന്നും സിഡ്നി കംലാഗർ. ഒരു വർഷത്തിനു ശേഷം പൊതുവേദിയിലെത്തി സമാധാന നോബൽ ജേതാവ് മരിയ കൊറീന മച്ചാഡോ. നോർവേയിലെ ഗ്രാൻഡ് ഹോട്ടൽ ബാൽക്കണിയിൽ അനുയായികളെ അഭിവാദ്യം ചെയ്ത വെനസ്വേല പ്രതിപക്ഷ നേതാവ്. നൊബേൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത് മകൾ.
30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. പലസ്തീൻ 36 ഉദ്ഘാടന ചിത്രം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മൗറിത്താനിയൻ സംവിധായകൻ അബ്ദുറഹ്മാനെ സിസാക്കോയ്ക്ക്. മേളയിൽ ഇത്തവണ 206 ചിത്രങ്ങൾ. ഡെലിഗേറ്റ് പാസ് വിതരണം തുടങ്ങി. 2020 പരമ്പരയിൽ ജയം തുടരാൻ ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2ാം മത്സരം ഇന്ന്. സൂര്യകുമാറിന്റെയും ഗില്ലിന്റെയും മോശം ഫോമിൽ ഇന്ത്യയ്ക്ക് ആശങ്ക. സഞ്ജുവിന് അവസരം നൽകണമെന്ന ആവശ്യം ശക്തം. മത്സരം വൈകിട്ട് 7-ന് ചണ്ഡീഗഡിൽ. സൂപ്പർ താരം ലിയോണൽ മെസ്സിയെ വരവേൽക്കാൻ ഒരുങ്ങി ഇന്ത്യ. മെസ്സി കൊൽക്കത്തയിൽ എത്തുക മറ്റന്നാൾ. 3 ദിവസത്തെ സന്ദർശനത്തിൽ കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി നഗരങ്ങളിൽ പരിപാടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച. ഗോൾഡ് കപ്പിലെ ഫുട്ബോളിന് പുറമെ ഫാഷൻ ഷോ അടക്കം വിവിധ പരിപാടികൾ. ചാമ്പ്യൻസ് ലീഗിൽ റയലിനെ തോൽപ്പിച്ച് മാഞ്ചസ്റ്റർ സിറ്റി. ബർണബ്യൂവിൽ സിറ്റിയുടെ ജയം 1-2 ഗോളിന്. 3 ഗോൾ ജയവുമായി മുന്നേറിയ ആഴ്സണൽ. PSG ഗോൾ രഹിത സമനില.